നമസ്തേ. നാട്ടുവരമ്പിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രകൃതിയുടെ വരദാനമാണ് നമ്മുടെ കർഷകർ. തനിക്ക് അന്നമേകിയ മണ്ണിനെയും പച്ചപ്പിനെയും പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രണയിക്കുന്ന ഒരു കർഷകനുണ്ട് അഗസ്ത്യൻ്റെ താഴ്വരയിൽ. സമാനതകളില്ലാത്ത ആ കാർഷിക നന്മയുടെ ഉറവിടം തേടിയാണ് ഈ യാത്ര. തിരുവനന്തപുരം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂരിൽ നിന്ന് വനത്തിലൂടെ 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ കൊമ്പിടി സെറ്റിൽമെന്റ് കോളനിയിൽ എത്തിച്ചേർന്നു. ഔഷധസമ്പുഷ്ടമായ നിബിഡ വനങ്ങൾ നിറഞ്ഞ അഗസ്ത്യ മലനിരകളുടെ മടിത്തട്ടിലെ ഹരിത കാഴ്ചകളാണിത്. ഈ വനത്തിനുള്ളിൽ കാർഷിക വൃത്തിയിലൂടെ ജീവിതം നയിക്കുന്ന ഉൾക്കരുത്തിന്റെ പ്രതീകമാണ് ശ്രീധരൻ. (2012) ശ്രീധരന്റെ ജീവിതം കീഴ്മേൽ മറിച്ച ദുരന്തം സംഭവിച്ചത്. വന്യജീവി ശല്യം തടയാൻ കൃഷിയിടത്തിൽ സ്ഥാപിച്ച പടക്കം പൊട്ടി ഈ കർഷകന്റെ ഇരു കൈപ്പത്തികളും നഷ്ടമായി. മൃഗത്തിൻ്റെ ശല്യമുണ്ട്, പന്നി ഇങ്ങനെയുള്ള ശല്യമുണ്ട്. ഇതിനെ കൊല്ലാനല്ല, ഇതിനെ ഓടിച്ച് വിടാൻ, വിരട്ടി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്തിനാണ് ഇങ്ങനെ പൊട്ടുന്നത്. അതിനെ വിരട്ടി ഓട്ടിച്ച് വിടാൻ പൊട്ടുന്ന സമയത്തിന് അത് വരണ്ട് പൊടി പോകും. അത് സംഭവം നടന്നതിന് ശേഷമാണ് നമ്മളും അറിഞ്ഞത്. പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ എനിക്കറിയാം. കാരണം നമ്മൾ വീട്ടിനകത്തായിരുന്നു, ഇവരെ വീട്ടിന് പുറത്തായിരുന്നു. ദുരന്തം നഷ്ടമാക്കിയ കാർഷിക ജീവിതം തിരികെ പിടിക്കുവാനുള്ള പടപൊരുതലിൻ്റെ നാളുകളായിരുന്നു ശ്രീധരന് പിന്നീടിങ്ങോട്ട്. അങ്ങനെ കുറച്ച് ഇത് മാനസികമായി തളർന്നു പോയ ഇതായിരുന്നു. അത് കുറച്ച് സങ്കടം ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വേറെ കൂലിപ്പണിയൊന്നുമില്ല, കാട്ടിലെ ഓരലേക്ക് എടുത്താണ് അന്ന് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഈശ്വരൻ സഹായിച്ച്, ഈശ്വരനെ വിശ്വസിച്ചാണ്. അങ്ങനെ വന്നതിന് ശേഷം അവരെ സഹായം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സും ഇതെല്ലാം കിട്ടിയത്. ഏറ്റവും കൂടുതൽ ഈശ്വര വിശ്വസിച്ചാണ്. അതുകൊണ്ട് ഇനിയും ചെയ്യാൻ പറ്റും, ഉപ്പയുള്ളതെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മനസ്സിൽ ധൈര്യമുണ്ട്. വിധിയെ പഴിചാരി തളർന്നു പോകാതെ മനക്കരുത്തോടെ ശ്രീധരൻ മുന്നേറി. പ്രതീക്ഷ ഒട്ടുമില്ലായിരുന്നു. പിന്നെ നമ്മളെല്ലാം നമ്മളെ കുടുംബം തന്നെ തകർന്നു പോയി എന്നായിരുന്നു ചിന്തിച്ചത്. പിന്നെ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു സഹായം എന്ന് വേണം പറയാൻ. പിന്നെ നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ പിന്നെ കൃഷിയിലോട്ട് പതിയെ നമ്മളിങ്ങനെ കയറി വന്നു. എന്തായാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ, നമ്മളെ മക്കളെ നോക്കണ്ടേ. അപ്പോൾ പുള്ളിക്കും ധൈര്യം കൊടുത്ത് ഞാൻ സ്വയം എൻ്റെ ധൈര്യം ഞാൻ തന്നെയാണ് എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചെടുത്തത്. കാരണം അങ്ങനെ ആയിരുന്നു, ആ അവസ്ഥയായിരുന്നു, ആയിപ്പോയി. പതിയെ നഷ്ടമായ കൈക്കരുത്തു വീണ്ടെടുക്കുവാൻ ഈ കർഷകൻ സ്വയം പ്രാപ്തനായി. വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് കുടിവെള്ളം കോരിക്കൊണ്ടു തുടങ്ങി ശ്രീധരന്റെ അതിജീവന യാത്ര. അപ്പോൾ ഈ ഒരു കിണർ ചേട്ടാ ഒറ്റയ്ക്ക് കുഴിച്ചതാണല്ലേ? അകത്ത് ചോദിക്കുകയാണ്. എത്ര കാലമായി? ഇത് 1 വർഷത്തിലായി. അതിനെ അവിടെ നിന്ന് ഓസിറ്റായിരുന്നു എടുത്തത്. അത് പിന്നെ വെറി ആയി കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിനുള്ള നനയ്ക്കാനുള്ള വെള്ളം കിട്ടൂല. അങ്ങനെ വന്നതിന് ശേഷം ഒരു കിണർ കുഴിക്കാൻ ഉള്ള ഇത് വെള്ളം കുറവായ കൊണ്ട് സകലം വെള്ളം കിട്ടുള്ളായിരുന്നു അതേ ഓസിറ്റ്. പിന്നെയാണ് കിണർ ഒറ്റയ്ക്ക് കുഴിച്ചിട്ട് ഇത് 10-15 ദിവസത്തിനകത്ത് എടുത്ത്. ഒറ്റയ്ക്കാകുമ്പോൾ ഭയങ്കര ഇതാണ്. മണ്ണ് യാനി വെച്ചാണ് മണ്ണെടുക്കുകയും കയറുകയും ചെയ്ത് 1.5 ആഴ്ചയ്ക്കകത്തുണ്ട് എടുത്ത് കൊണ്ടുവന്ന് മണ്ണൊക്കെ കളഞ്ഞ് ഈ വെള്ളം ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് തൊട്ടി കൊണ്ട് വെള്ളം കോരിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു മോട്ടോർ വാങ്ങി തന്നു. കൃഷിയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശവും കുടുംബത്തിന്റെ പട്ടിണിയകറ്റുവാനുള്ള വ്യഗ്രതയും വീണ്ടും മണ്ണിനോട് പടപൊരുതാൻ ശ്രീധരന് ഉത്തേജകങ്ങളായി മാറി. തനിക്കുപയോഗിക്കുവാൻ പാകത്തിൽ ശ്രീധരൻ സ്വയം രൂപമാറ്റം വരുത്തിയ പണിയായുധങ്ങൾ ഈ കൈകൾക്ക് കരുത്തു പകർന്നു. ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങൾ. വേദന കടിച്ചമർത്തി ശ്രീധരൻ നഷ്ടങ്ങൾ ഒന്നൊന്നായി വീണ്ടെടുക്കുവാൻ തുടങ്ങി.
പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് സ്വന്തം കൈകളെ വീണ്ടും കാർഷിക സൗഹൃദമാക്കാൻ ശ്രീധരന് അധികനാൾ വേണ്ടിവന്നില്ല. റബ്ബർ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് കാർഷിക വൃത്തിയിൽ ഈ കർഷകൻ വീണ്ടും സജീവമായി. തന്റേതായ ശൈലിയിൽ രൂപമാറ്റം വരുത്തിയ ടാപ്പിംഗ് ഉപകരണം ഇതിനായി നിർമ്മിച്ചു. ആദ്യം ചെയ്തു തുടങ്ങി റബ്ബർ വെട്ടാനുള്ള ആയുധമാണ് കണ്ടുപിടിച്ചിട്ട് ചെയ്തത്. കുറച്ച് ഒരു 2-3 വർഷം വരെ വെറുതെ ഇരുന്നിട്ടുണ്ട്. ഇരുന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ശരിയാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബാക്കി ജോലി ചെയ്യാവുന്നതായത്. ഇതിനകത്ത് ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് മരക്കമ്പാണ് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ ആണി വെച്ച് മുടുക്കിയിട്ടുണ്ട്. എൻ്റെ കൈ ഈ പ്ലാസ്റ്റിക് ചെയ്തിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ കൈയുടെ അറ്റം കയറാൻ പാകത്തിൽ കണക്കാക്കിയുള്ള ഒരു PVC പൈപ്പാണല്ലേ? പൈപ്പാണ്. ഈ പൈപ്പിനകത്താണ് കൈ വയ്ക്കുന്നത്. ഇങ്ങനെയാണ് കൈ വയ്ക്കുന്നത്. ഇങ്ങനെ കൈ കയറ്റിയിട്ട് കണക്കിന് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കത്തി രാവാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവിടെ ചൂടാക്കിയിട്ട് ഇത് ഉരിയെടുത്ത് കൊണ്ടുപോയി ഇത്രയും ഭാഗം വെച്ച് ഉരിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു മനസ്സിൽ തോന്നിയതാണ്, ഈശ്വരൻ സഹായിച്ചാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു ബുദ്ധി തോന്നിയായിരിക്കും ഇങ്ങനെ വരാൻ കാരണം. അങ്ങനെ വന്ന ശേഷമാണ് ഇത് കഴിയുന്ന ശേഷമാണ് പിന്നെ ബാക്കി നമ്മാട്ടി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യാനുള്ള മനസ്സ് വരെ ചെയ്യുകയൊക്കെ ചെയ്തത്. പരിമിതികൾ പടവാളാക്കി നേടിയ ആത്മബലം അതുമാത്രമായിരുന്നു എന്നും ശ്രീധരന്റെ കരുത്ത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കത്തിയുടെ സഹായത്താൽ വെറ്റിലക്കൊടി പരിപാലനവും ശ്രീധരൻ പുനരാരംഭിച്ചു. ഇത് വെറ്റില മുറിക്കുന്നതിന് ശ്രീധരൻ രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഉപകരണമാണ്. ഇതുപോലെ ഓരോ ഉപകരണങ്ങൾ, ഓരോ കാർഷിക വൃത്തിക്കും അനുയോജ്യമായ ഉപകരണങ്ങൾ സ്വന്തമായ ശൈലിയിൽ രൂപകൽപ്പന ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ കത്തി എങ്ങനെയാണ് ഇത് ഈ തരത്തിൽ രൂപപ്പെടുത്തിയെടുത്തത്? ഇത് പിച്ചാത്തി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതിനകത്ത് അടിച്ച് തുളയ്ക്കണം. തുളച്ചതിന് ശേഷമാണ് ഈ കമ്പി കയറ്റി ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഇതിനെ അടിച്ച് തുളച്ചിട്ട് ഹോളാക്കിയിട്ട് എൻ്റെ കണക്കിന് 2 വളയം ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ വേദനയായിരുന്നു? അതേ ഇങ്ങനെയായിട്ട് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേദനയൊന്നുമില്ല, സുഖമാണ്. ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് ഇതേ കണക്കിന് വെച്ചിട്ട് നമ്മൾ കണക്കിനാക്കിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ആദ്യമൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കുറേ ബുദ്ധിമുട്ടായിരുന്നു, കൈ വേദന അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ അത് ശീലിച്ച് കുഴപ്പമില്ല, ഇപ്പോഴും കുഴപ്പമില്ല. വെറ്റിലക്കൊടി കല്ലുകളടുക്കിക്കൊണ്ട് കൂടുതൽ ബലപ്പെടുത്തി. ഇത് നമ്മൾ കാട്ടിലുള്ള വെറ്റയാണ്. ഇത് നമ്മൾ നാട്ടിലുള്ള ശൈലിക്ക് നമ്മൾ ഇതിങ്ങനെ പതിച്ച് ഇങ്ങനെ ആക്കിയാണ് നമ്മൾ ഇത് കാട്ടിലുള്ളതായിരുന്നു. ഇതങ്ങനെ എടുത്തിട്ട് ഇതിൽ നമ്മൾ വയ്ക്കുന്ന തോല് പെരവലം വയ്ക്കും, പ്യായും തോല്, മരുത് ഇങ്ങനെയുള്ളതൊക്കെയാണ് വളം ചെയ്യുന്നത്. പിന്നെ ചാണകം, ചാമ്പൽ, ഇത്രയും വളം ഇത് ചെയ്യുന്നത്. പിന്നെ വെള്ളം ഇത് എടുത്ത ആഴ്ചയിൽ ഉപ്പം പറ്റ കുറവാണ്. ഉപ്പ് ഒരു 6 കിട്ടുള്ളൂ. ഇത് ഫോണിൽ കറിയാൻ 30 ഒറ്റയ്ക്കകത്ത് കിട്ടും. ആഴ്ചയിലാണ് എടുക്കുന്നത്. പറമ്പിൽ ഒരു കുളം കുഴിച്ച് മത്സ്യം വളർത്തി. കൊച്ചു കുളം എടുത്തിട്ട് അതിനകത്ത് സിലോപ്പി ഒരു 10-100 കുഞ്ഞിനകത്തുണ്ട്. അടുത്ത് തോന കൃഷി വളർത്താൻ 2 കുളം ആക്കിയിട്ട് മീൻ വളർത്തണമെന്നുണ്ട്. ക്രമേണ മൺവെട്ടിയും പിക്കാസും കോടാലിയുമെല്ലാം ശ്രീധരന്റെ കൈകളോട് സമരസപ്പെട്ടു. ഇത് തൻ്റെ കൈകൾക്ക് അനുയോജ്യമായ രീതിയിൽ ശ്രീധരൻ രൂപകൽപ്പന ചെയ്ത മൺവെട്ടിയാണ്. ഈ മൺവെട്ടി എങ്ങനെയാണ് ഇത്തരത്തിൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്? ഇത് ചെയ്തിരിക്കുന്നത് വിട്ടിരുന്നാൽ മതി, ഞാൻ തീർത്തலாம். ഇതിനകത്ത് 2 ബൗഡൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ബൗഡനാണ്. ബൗഡനും കമ്പിയും ഉണ്ട്. പിന്നെ തുണി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 4 തുളച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കമ്പി ഇതൊക്കെ വെച്ച് ചിറ്റിയിട്ട് ഇത് ബലത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. തുണി വെച്ച് ചിറ്റി ഇതിൻ്റെ കണക്കിന് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനടുത്ത് നമ്മൾ ഒടിഞ്ഞു പോണതനുസരിച്ച് നമ്മൾ വേറെ കൈകൾ വെട്ടി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടത്തിന് നമ്മാട്ടി, പിക്കാസ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് കാട് വെട്ടാനും ഇതിനൊക്കെയുള്ള വാളാണ്. ഇത്
ബിൽഡിങ് കൊടുത്ത് എൻ്റെ കണക്കിന് ഇത് ചെയ്തിരിക്കുന്നതാണ്. കാട് വെട്ടാനും ചെറിയ ചെറിയ വെട്ടിനൊക്കെ വായക്കന്ന് വെട്ടാൻ കൊള്ളാം, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ കാട് വീശാനൊക്കെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അങ്ങനെ വീശുക. ആദ്യമൊക്കെ ഈ ഉപകരണങ്ങൾ വഴങ്ങൂലായിരുന്നു അല്ലേ? അത്യാവശ്യം ചെറിയ ഇത് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് വിട്ട ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചെയ്തു വന്നതിന് ശേഷം നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കൈയുള്ള ഒരാൾ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി പണി ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഉപകരണങ്ങൾ മറ്റ് കർഷകർക്കും ഇതുപോലെ പ്രശ്നമുള്ള കർഷകർക്കൊക്കെ ഗുണം ചെയ്യില്ലേ? ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും, രണ്ട് ഇല്ലാത്ത ആളുകൾക്കും ചെയ്യാൻ പറ്റും. അവരവരുടെ ടെക്നിക്കലായുള്ള കാര്യങ്ങളിൽ ഇങ്ങനത്തെ ആയുധങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കുറച്ചുകൂടെ ശാസ്ത്രീയമായി ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ആയുധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നല്ല പൈസകളാവും. ഇങ്ങനെ പൈപ്പ് ഇത് വനക്കം അല്ലാതെ പൈപ്പിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. കൈമൈ മറന്ന് മണ്ണിൽ ഈ കർഷകൻ വിയർപ്പൊഴുക്കി. അതിന്റെ ഫലമാണ് ഈ കാണുന്ന ഹരിത സമൃദ്ധി. എന്തൊക്കെ കൃഷിയുണ്ട് ഇവിടെ? ഇതിപ്പോൾ കുരുമുളകുണ്ട്, വായയുണ്ട്, മെയിനായിട്ട് ഉള്ളത് വായയുണ്ട്, വെറ്റക്കൊടി, അങ്ങനെയുള്ള ചേമ്പുണ്ട്, റബ്ബറുണ്ട്, അങ്ങനെയുള്ള കുറച്ചുണ്ട്, മരച്ചിനിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഉണ്ട്. കൂവ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ പുർത്തി ഉണ്ടല്ലോ, നമ്മൾ പറയും കൈതച്ചക്ക, അത് പറയും കൈതച്ചക്ക എന്ന് പറയും, നമ്മൾ പുർത്തി എന്ന് പറയും. അതും കുറച്ചുണ്ട്. പരിമിതികൾ പടവാളാക്കി നേടിയ ആത്മബലം അതുമാത്രമായിരുന്നു എന്നും ശ്രീധരന്റെ കരുത്ത്. കൈ പോയതിന് ശേഷം പിന്നെ ഫോറസ്റ്റിൻ്റെ ഫയർ വാച്ചറായിട്ടൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ കൂടുതൽ പിന്നെ നമ്മൾ ഇതിൻ്റെ എടുത്ത് കൃഷിയിലോട്ട് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മനസ്സിലായതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കൃഷികളെല്ലാം തുടങ്ങാനുള്ള ഇതായത്. കാർഷിക വൃത്തി പകർന്ന ഊർജം തന്നെയാണ് ശ്രീധരൻ എന്ന കർഷകൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വളമായത്. നഷ്ടമായ ഉൾക്കരുത്ത് വീണ്ടെടുത്തുകൊണ്ട് സമ്മിശ്ര കൃഷിയിലൂടെ കാർഷിക പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കർഷകൻ. ശ്രീധരന്റെ നിഴലാണ് പാണ്ടി എന്ന നായ. വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാൻ ഇവൻ എപ്പോഴും കൂട്ടിനുണ്ടാകും. മനസ്സും ശരീരവും പകർന്ന ഊർജം കൈമുതലാക്കി ശ്രീധരൻ ഉയരങ്ങൾ താണ്ടാൻ തുടങ്ങി. ഒരിക്കലും തിരികെ പിടിക്കാനാകില്ലെന്നു കരുതിയ കാർഷിക സ്വപ്നങ്ങൾ ഒന്നൊന്നായി ശ്രീധരൻ വീണ്ടെടുക്കുക തന്നെ ചെയ്തു. കമുകുമരങ്ങൾ ശ്രീധരനെ ഉയരങ്ങളിലേക്ക് വലിച്ചു കയറ്റി. നഷ്ടമായതൊക്കെ തിരികെ നൽകിക്കൊണ്ട് പ്രകൃതി തന്നെ ഈ കർഷകനെ തന്നിലേക്ക് വീണ്ടും ചേർത്തണച്ചു. 100 മൂട് കമ്മിനകത്തുണ്ട്. പിന്നെ തെങ്ങുണ്ട്. ഇത് കമ്മിൽ കയറാൻ വേണ്ടി ഇങ്ങനെ അതിന് കയറാല്ലാത്തേ കൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് കയറാം എന്നുള്ള ഇതെടുത്ത് ക്ലാപ്പ് കെട്ടി കയറും, കെട്ടിപ്പിടിച്ച് കയറും. വാഴയും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളുമൊക്കെ സമൃദ്ധമായി ശ്രീധരൻ വിളയിച്ചെടുക്കുന്നു. തൻ്റേതായ കൃഷിരീതികൾ എന്നും ഈ കർഷകന് മികച്ച വിളവ് നേടിക്കൊടുക്കുന്നു. ഉൽപ്പന്നങ്ങളെല്ലാം കോട്ടൂരിലെത്തിച്ച് വിൽപ്പന നടത്തുന്നു. നമ്മൾ നട്ടുവളർത്തി ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ മലക്കറി, കൊല, എല്ലാ ജൈവ കൃഷികളെല്ലാം കോട്ടൂർ ചന്തയിലാണ് കൊണ്ടുകൊടുക്കുന്നത്. ലേലച്ചന്തയിൽ കൊടുക്കും. എല്ലാം നമ്മൾ തൂക്കി കൊല കൊടുക്കുന്നുണ്ട്, വില കിട്ടുന്നുണ്ട്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഔഷധസസ്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ശ്രീധരൻ ശ്രദ്ധ ചെലുത്തുന്നു. ഇത് ഒരലെന്ന് പറയും. പിന്നെ ഉണ്ട് മഞ്ഞവള്ളി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനുണ്ട്. പിന്നെ കൊരണ്ടിയുണ്ട്, പിന്നെ ആരോഗ്യപ്പച്ച ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് വളർത്തുന്നുണ്ട്. കാട്ടിൽ ഇനി സമയത്ത് ഇത് കിട്ടാൻ വശമില്ലാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നട്ടു വളർത്തി ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. റബ്ബറിൻ്റെ ഇടയിലൊക്കെയാണ് ഇത് നടുന്നത്. അതിന് ചതാലിയുണ്ട്. അങ്ങനെയുള്ള ആയുർവേദ സാധനങ്ങളും കൂടി നട്ടു വളർത്തുന്നുണ്ട്. ഇനി പുതിയ തലമുറയ്ക്ക് ഈ ആവശ്യ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യപ്പച്ച എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, ഓരലെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, മഞ്ഞവള്ളി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, കൊരണ്ടി എന്ന് പറഞ്ഞാൽ പോലെ അവർക്ക് ആർക്കും അറിഞ്ഞൂടാത്ത സാധനങ്ങളാണ്. ഇനിയുള്ള തലമുറ അതൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മരുന്നൈറ്റങ്ങളിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്. കെടക്കൊടി ഇങ്ങനെയുള്ളതും കൂടി നട്ടു വളർത്തുന്നത്, ഇതൊക്കെ ഉണ്ട്, നട്ടു വളർത്തുന്നുണ്ട്. ആരോഗ്യപ്പച്ചയുടെ ഔഷധഗുണം പുറം ലോകത്തെത്തിച്ചവരാണ് ശ്രീധരനടക്കമുള്ള കോട്ടൂരിലെ വനവാസികൾ. എന്നും പുലർച്ചെ തുടങ്ങും ശ്രീധരന്റെ ഒരു ദിവസത്തെ കാർഷിക ജീവിതം. നമ്മൾ രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം കഴിച്ചിട്ട് റബ്ബർ വെട്ടാം. സ്വന്തമായിട്ടും വെട്ടാറുണ്ട്, കൂലിക്ക് വെട്ടുണ്ട്. അങ്ങനെ അതിന് വേണ്ടി 2 മണിയൊക്കെ ആകുമ്പോൾ വെട്ടിയിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ വെട്ടി തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകും.
അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോറസ്റ്റിൻ്റെ പയറെല്ലാം വെട്ടാനൊക്കെ ഉള്ള സമയത്തിന് അതിന് പോകും. അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അത് ഇതിനുള്ള സമയത്തിനാണ് ഇതൊക്കെ രാവിലെ ഉള്ളതും വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ വെള്ളം വീത്തണം, അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള എല്ലാ പണികളും ഈ കിട്ടുന്ന സമയത്തിന് പണിക്ക് പോകാത്ത ദിവസങ്ങളിലൊക്കെയാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ശ്രീധരന്റെ കൃഷി. ഈ നാട്ടിലുള്ള വളമൊന്നുമില്ല, എല്ലാം കൂടത്തെ പച്ചലയും ചാണകം, ചാമ്പൽ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് എല്ലാത്തിനും കൃഷികൾ ഉപയോഗിക്കുന്നത്. പണിയായുധങ്ങൾ തേച്ചുമിനുക്കി പരുവപ്പെടുത്തിക്കൊണ്ട് കൃഷിയിടത്തേക്കുള്ള യാത്ര. ഭാര്യ സിന്ധുവും ഒപ്പം കൂടും. ഓരോ ചെടികളെയും സ്വന്തം മക്കളെപ്പോലെ കാത്തുകൊണ്ടുള്ള പരിപാലനം, അവ തിരികെ നൽകുന്ന ഊർജം തന്നെയാണ് ശ്രീധരന്റെ ശക്തി. പ്രകൃതിയെ നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികൾ പലതും, എല്ലാ കൃഷികളും ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനെ കിളികൾക്ക് കുലകൾ നട്ടിട്ട് നമ്മൾ മാത്രമല്ല കഴിക്കുന്നത്, വിൽക്കുകയും കൊടുക്കുകയും ചെയ്യും. നമ്മൾ കിളികളൊക്കെ വളർത്തുന്നുണ്ട്, കിളികൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്, പഴങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേരയുണ്ട്, അതിൽ ഞാൻ നാട്ടിൽ പോയി വിൽക്കുന്നില്ല. 2-3 മാത്രമേ മക്കൾ പറിച്ച് കഴിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കിളികൾ തന്നെ തിന്നുന്നുണ്ട്, കുത്തിന് തിന്നുന്നത് കൊടുക്കുന്നത്. പിന്നെ കൊല പായിപ്പിച്ച് കൊടുക്കും കിളികൾക്ക്. അങ്ങനെ എനിക്കുണ്ടെങ്കിൽ കിളികൾക്കും കൊണ്ട് ഇതിനാൽ ബാക്കിയുള്ളത് അത്രേ വിൽക്കുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ശ്രീധരന് കരുത്തായത് ഭാര്യ സിന്ധുവിന്റെ പിന്തുണ തന്നെയാണ്. തളർന്നുപോയ പല ഘട്ടങ്ങളിലും സിന്ധു ശ്രീധരന് കരുത്തു പകർന്നു. ചെയ്യാൻ പറ്റില്ലെന്നുള്ള മനസ്സ് വന്നപ്പോഴും ഭാര്യയാണ് ഇതിനുള്ള ധൈര്യവും ചെയ്യാനുള്ള മനസ്സും ഭാര്യയും ഒക്കെ തന്നിരുന്നു. അതിനുശേഷം അവർ ചെയ്യുന്ന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒറ്റയ്ക്ക് അവർ മാത്രമല്ല ചെയ്യുന്നത്. ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നത് പിന്നെയാണ് ഓരോ ജോലികളും ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നത്. ഭാര്യ മരം വെട്ടാൻ പോകും, ഞാൻ അവിടെ ചെന്ന് കണ്ടിരുന്ന പിന്നെ ഒരു മനസ്സിനൊരു ഇത് വന്നു. അങ്ങനെയാണ് റബ്ബർ വെട്ടാനുള്ള ഇതൊക്കെ ചെയ്തത്. അതിനുശേഷവും ഇപ്പോൾ ഈ എല്ലാ പണികളും ചെയ്യാൻ വേണ്ടി ഉള്ള ഇത് വന്നു. എല്ലാം ഇനിയും ചെയ്യും. ആ സമയത്ത് തളർന്നു പോയതാണ്. പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇത്ര ഇങ്ങനെ, അപ്പോഴത്തേക്കും ഞാൻ പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു. ഇവർക്ക് പിന്നെ ഒരു 2-3 വർഷം ഇവർ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നു. പിന്നെ ഞാൻ തന്നെയായിരുന്നു ഈ കുടുംബത്തിൻ്റെ എല്ലാം. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഇവർ നമ്മളൊക്കെ അപ്പോഴത്തേക്കും കൂലിക്ക് റബ്ബർ വെട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനായിരുന്നു വെട്ടണത്, ഇവർ കൂടെ വരുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്കും അവർക്ക് ഇതിങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അവർ സ്വന്തമായിട്ട് തന്നെ ഈ റബ്ബർ വെട്ടണ കത്തിയൊക്കെ സ്വയം ബുദ്ധിയിൽ തന്നെ ചെയ്ത് പിന്നെ എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് കൂടെ ഇറങ്ങുമായിരുന്നു. പിന്നീട് അവർക്കിങ്ങനെ ബാക്കി ഇങ്ങനെ കിളയ്ക്കാനുള്ള നമ്മാട്ടി എല്ലാം അവർ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച് ചെയ്ത് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എല്ലാ ജോലിക്കും പോകുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ പണിയായുധങ്ങളും ആ ശരീരത്തോട് ചേർന്ന് പണിയെടുക്കുമ്പോൾ കേൾക്കുന്ന ഒരു താളമുണ്ട്. മറ്റു കൃഷിയിടങ്ങളിൽ നിന്നെല്ലാം വേറിട്ടു കേൾക്കുന്ന ഒരു ജീവിത താളം. എക്കാലത്തും കൃഷിക്കായി സമർപ്പിതമായ ജീവിതമാണ് ശ്രീധരൻ്റേത്. പ്രതിസന്ധികളെ അതിജീവിച്ച് നേടിയ ഈ കാർഷിക വിജയത്തിന് പിന്നിൽ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പിന്തുണ കൂടിയുണ്ട്. അവർക്ക് താർന്നു പോയാൽ നമ്മൾ മനസ്സ് വെച്ച ഏതും ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഈശ്വരൻ സഹായിച്ച് കിട്ടുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ തോറ്റുപോയെന്ന് തോന്നരുത്. നമ്മൾ എല്ലാവർക്കും ചെയ്യാം എന്നുള്ള മനസ്സ് ധൈര്യം വേണം. ധൈര്യം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ എവിടെയും മുന്നേറാൻ പറ്റും. ഭിന്നശേഷിയെ അതിജീവിക്കുന്ന ആർക്കും ആത്മവിശ്വാസം പകരുന്നതാണ് ശ്രീധരന്റെ വാക്കുകൾ. നിനച്ചിരിക്കാതെ തന്റെ കാർഷിക ജീവിതത്തിൽ വന്നുപെട്ട മാറ്റങ്ങളോട് ഇതിനകം ഈ കർഷകൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ശ്രീധരന് തുണയായത് തന്റെ പ്രിയപ്പെട്ട കുടുംബം തന്നെ. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം നമ്മളെ കുടുംബജീവിതത്തിലോട്ട് മുന്നോട്ട് അവർ തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ഒന്നിനും പോകില്ല. അടുക്കളയിൽ സാധാ പെണ്ണുങ്ങളെ പോലെ അടുക്കളയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു പോയ ഒരു സമയമായിരുന്നു. പിന്നെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്ക് എനിക്കും അറിയില്ലായിരുന്നു എങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ ഇരുന്ന കൊച്ചു മക്കളെ വളർത്തുന്ന ഇവരെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ മനസ്സിന് ധൈര്യം കൊടുത്ത് പിന്നെ ഇവരെ കൂടെ ഉണ്ടായിരുന്നു. അത് ഒരു നല്ലൊരു ധൈര്യമായിരുന്നു. കൃഷിയെ പ്രണയിക്കുന്ന ഭാര്യ സിന്ധുവും
മക്കളായ ശ്രീരാജും സീതാലക്ഷ്മിയും തന്നെയാണ് ശ്രീധരന്റെ പിൻബലം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളടുത്ത് നിന്ന് എന്ത് വന്നാലും നമ്മളങ്ങനെ തളർന്നിരിക്കാൻ പാടില്ല. എപ്പോഴും നമ്മളെ മനസ്സിന് നമ്മൾ തന്നെയാണ് ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോവേണ്ടത്. തളർന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെ തളർന്നു പോകും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. പിന്നെ തളർന്നില്ല. എന്തായാലും ഇവരെ കൂടെ ഉള്ളത് ഒരു ധൈര്യമായി തോന്നി. എല്ലാം കൃഷിയായിരുന്നു, നമ്മളെ ജീവിതം തന്നെ കൃഷിയായിരുന്നു. അല്ല ഇനിയും അങ്ങനെ തന്നെയാണ്. തന്റെ കൈപ്പത്തികൾ തകർത്ത ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇനിയും ശ്രീധരന്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. ഇത് സംഭവിച്ചത് തന്നെ മൃഗങ്ങളെ വിളയിലെ കൃഷികളൊക്കെ നയിപ്പിക്കുന്ന ഇതായിരുന്നു. പന്നിശല്യമൊക്കെ കൂടുതൽ. അതിനെ ഓട്ടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത സമയത്തിനാണ് ഇങ്ങനെയുള്ള ഇത് പറ്റിയത്. എന്നാലും ഇപ്പോഴും കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ ഒത്തിരി പാടാണ്. വായയും ഇതിനുള്ള മരിച്ചിനി ഇങ്ങനെയുള്ള എല്ലാം മൃഗങ്ങൾ ആക്രമണമുണ്ട്. പിന്നെ പന്നി ആനയൊക്കെ വരുന്നുണ്ട്. ആന വലിയ കുഴപ്പമില്ല. ഈ പന്നിയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് സമ്മതിക്കാത്തത്. കിടങ്ങ് വീതി വേണം. മണ്ണ് പിന്നെ വിളയിലോട്ട് ഇടാതെ ഇരിക്കണം. നമ്മൾ വിളയിൽ നിന്ന് ഒരു 100 മീറ്ററെങ്കിലും മാറിക്കൊണ്ടേ ഇത് ഇടിച്ചിടാവും. വനവിഭവങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ശ്രീധരനെപ്പോലുള്ള കർഷകർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അനിവാര്യം തന്നെ. ഇതിന് ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ കൃഷിയെ പ്രണയിച്ച ആർക്കും ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പിന്മാറ്റം അസാധ്യമെന്ന് ശ്രീധരന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത്രമേലുണ്ട് പ്രകൃതിയും കർഷകനും തമ്മിലുള്ള ആത്മബന്ധം. പ്രകൃതി നിൽക്കണമെങ്കിൽ നമ്മൾ ഇനിയുള്ള തലമുറ ഈ കൃഷിയിലോട്ട് വരണം. പിന്നെ ഇപ്പോഴുള്ള തലമുറകളെല്ലാം മൊബൈലുമായിട്ടുള്ള ഇതായതുകൊണ്ടാണ് കൃഷികളിലോട്ട് അവർ ഇൻട്രസ്റ്റ് എടുക്കില്ല. നമ്മളെ കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറ ജീവിക്കാൻ പറ്റുള്ളൂ. എപ്പോൾ നമ്മൾ കൂലിപ്പണിയും സർക്കാർ പണിയൊന്നും കാണുന്നില്ല. നമ്മൾ കൃഷിയിലോട്ട് നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് വന്നാൽ മാത്രമേ നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് ജീവിക്കാനുള്ള ഇത് വരുള്ളൂ. എല്ലാവരും കൃഷിയിലോട്ട് ഇനിയുള്ള തലമുറകളെല്ലാം വരണം എന്നുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത്. മനക്കരുത്തുണ്ടെങ്കിൽ ആർക്കും സഹതാപത്തിന് മുഖം കൊടുക്കാതെ സഹജീവികൾക്കൊപ്പം തലയുയർത്തി നടക്കുവാൻ കഴിയുമെന്ന് ശ്രീധരന്റെ കാൽപ്പാടുകൾ അടിവരയിടുന്നു. മാനം മുട്ടേയുള്ള ആഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല ഈ കർഷക ദമ്പതിമാർക്ക്. വീട് നന്നാക്കി എടുക്കണം, നമ്മളെ കൃഷിയിടങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെടുക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അതിൽ കൂടുതലായിട്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇനി ഒപ്പമുള്ള തലമുറയ്ക്ക് പഠിക്കാനുള്ള സൗകര്യം എനിക്ക് വായ കൊലയൊക്കെ നട്ട് കഴിഞ്ഞാൽ വണ്ടി സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുറച്ച് കൊച്ചു പിള്ളേരുണ്ട്, അവർക്ക് വണ്ടി പഠിക്കാനുള്ള സൗകര്യം കിട്ടണം. ഒരു കൂള് MRC കൂള് വരണമെന്ന് ആവശ്യമുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്ന ഇന്നത്തെ തലമുറ വളർന്നു വരാനുള്ള ഇതുണ്ട്. നമ്മളെ പഠിച്ചിട്ടില്ല. ഇനി പറഞ്ഞ തലമുറ കുട്ടികളെങ്കിലും നല്ല പഠിക്കണം, നല്ല ജോലി വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. വീട് നല്ല വാതിൽ ഉറപ്പുള്ള വീടിന് പണ്ട് ചോദിച്ചിട്ടുണ്ട്. നല്ല വീടും തറ നല്ല തേൽസിട്ടത് ഇങ്ങനെ ഇതൊക്കെ ആഗ്രഹമുണ്ട്. അതിജീവനത്തിന്റെ വഴികളിൽ ശ്രീധരൻ രൂപപ്പെടുത്തിയ ജീവിത രീതികൾ പുതുതലമുറയ്ക്ക് പാഠമാകണം. കൃഷിക്കായി സ്വയം സമർപ്പിതമായ ഈ കർഷകന്റെ ജീവിതം അടയാളപ്പെടുത്തുവാൻ ഇതിലേറെ നന്മകൾ വേണ്ടതില്ല. ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ടുള്ള ശ്രീധരന്റെ ജീവിതം കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല സമൂഹത്തിനാകെ ഊർജം പകരട്ടെ. പ്രതിസന്ധികളിൽ തളരാതെയുള്ള ഇത്തരം മാതൃകകൾ കാലങ്ങളെ അതിജീവിക്കുക തന്നെ ചെയ്യും. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.